ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഡ് അക്കാഡമി. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ അത്യാവശ്യം പാടുള്ള അല്ലെങ്കിൽ ഓർമ്മിച്ചു വെക്കാൻ അത്യാവശ്യം പാടുള്ള ഒരു കാര്യമാണ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം 12 ഷെഡ്യൂൾസ് ഉണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സൂപ്പർ ഐഡിയ ഞങ്ങൾ പറഞ്ഞുതരട്ടെ. അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ അഡ് അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതുടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഉടൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. 12 ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. ഇത് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടി ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ഓക്കെ, ആ ഐഡിയ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ട്രിക്ക് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം ഇനി മറക്കരുത്. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഇതിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് 12 ഷെഡ്യൂൾസും ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല. ഇനി ഏത് പാതിരാത്രി നിങ്ങളെ വിളിച്ച് ഉണർത്തിയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് പറയാൻ പറ്റും. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എമ്മിലെ ഓരോ അക്ഷരങ്ങളും ഓരോരോ കോഡാണ്. ഓക്കെ, ടി വരുന്നത് ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 12 ഷെഡ്യൂളിന്റെ ആദ്യത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റിന്റെയും യൂണിയൻ ടെറിട്ടറിയൊക്കെ ലിസ്റ്റ് ആണ് പറയുന്നത്. സ്റ്റേറ്റ്സ്, ടെറിട്ടറീസ്, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേറ്റിന്റെ ടെറിട്ടറീസ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന എമോലുമെന്റ്സ് ആണ്. എമോലുമെന്റ്സ്, പ്രിവിലേജസ്, നമ്മുടെ പ്രസിഡന്റിന്റെ, ഗവർണറിന്റെ, ഇങ്ങനെ ഹയർ ഒഫീഷ്യൽ അതോറിറ്റീസിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എമോലുമെന്റ്സും അതുപോലെ തന്നെ പ്രിവിലേജസും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എ വരുന്നത് അഫർമേഷൻ ആണ്. അഫർമേഷൻ ആൻഡ് ഓത്ത്സ്. അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെയും ജഡ്ജിയുടെയും പ്രൈം മിനിസ്റ്ററിന്റെയൊക്കെ അവരുടെ ഓത്ത്സ്, അവരുടെ പ്രതിജ്ഞ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആറ് വരുന്നത് രാജ്യസഭാ സീറ്റിന്റെ അലോക്കേഷൻ, എത്ര സീറ്റാണ് രാജ്യസഭയിലേക്ക് വേണ്ടത് എന്നുള്ളതാണ് 6ൽ പറയുന്നത്. 6 മീൻസ് 4ാമത്തെ ഷെഡ്യൂൾ. 4ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് രാജ്യസഭാ സീറ്റ് അലോക്കേഷൻ ആണ് പറയുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ ഷെഡ്യൂൾ എസ് ആണ്. എസ്സിൽ ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 6ാമത്തെ ഷെഡ്യൂളിന്റെ അകത്ത് അതർ ട്രൈബൽ ഏരിയാസ്, ഷെഡ്യൂൾ ഏരിയാസ് അല്ലാതെ അതർ ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് 6ാമത്തെ ഷെഡ്യൂളിന്റെ അകത്ത് പറയുന്നത്. ഓക്കെ, 7ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എഫിൽ പറയുന്ന ഫെഡറൽ ലിസ്റ്റ് ആണ്. നമുക്ക് ഇപ്പം സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രലിനും കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റ് ഉണ്ട്. ഓരോരുത്തരുടെയും പവർ ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അങ്ങനെയുള്ള ഈ പവേഴ്സിനെയാണ് ഓരോ സ്റ്റേറ്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ സെൻട്രൽ അതോറിറ്റിക്കും ഇവർക്ക് 2 പേർക്കും കൂടി ചേർന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏത് ലിസ്റ്റ് ആണ് എന്ന് പറയുന്നതാണ് എന്തിൽ പറയുന്നത്, എഫിൽ പറയുന്ന ഫെഡറൽ ലിസ്റ്റ്. ഓർത്ത് വെച്ചിരിക്കുക. 8ാമത്തെ ഷെഡ്യൂൾ ആണ് ഒ എന്ന് പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. സോ 9ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എൽ, ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്ന ഈ സമീന്ദാരി സിസ്റ്റം ഒക്കെ അബോളിഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇറക്കിയ നിയമമാണ്. അപ്പം അതാണ് എൽ എന്ന് പറയുന്ന 9ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡി എന്ന് പറയുന്നത് ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ ഒക്കെ കൊണ്ടുവന്നത് ഇതിന്റെ അകത്താണ്. അത് കൊണ്ടുവന്ന 1985 52ാമത്തെ അമെന്റ്മെന്റ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നു. ഇത് മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കേരള ലോ എൻട്രൻസ് എക്സാമിനും മറ്റ് ലോ എൻട്രൻസ് എക്സാമുകളിലൊക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ ഒക്കെ കൊണ്ടുവന്നത് അതിന്റെ ഷെഡ്യൂൾ വരുന്നത് 1985ലാണ്. അത് 52ാമത്തെ അമെന്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഓൾഡ് പി എമ്മിലെ പി വരുന്നത് പഞ്ചായത്താണ്. അപ്പൊ 11ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട്, പഞ്ചായത്തിന്റെ അതോറിറ്റീസ്, കാര്യങ്ങളെല്ലാം, ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ പറ്റിയിട്ടുള്ള പുതിയ അമെന്റ്മെന്റ് 73ാമത്തെ അമെന്റ്മെന്റ് 1992ലാണ് ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്. സോ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എമ്മിലെ അവസാനത്തെ എം വരുന്നത്, അതായത് 12ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റീസിന്റെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ തന്നെ മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ്. അതിന്റെ അകത്ത് 1992 തന്നെയാണ് അത് 74ാമത്തെ അമെന്റ്മെന്റ്. സോ ഇതാണ് 12 ഷെഡ്യൂൾ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾ മറക്കരുത് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.
ടി